സത്യമായിട്ടും ഈ ട്രെയിൻ ഓടിക്കുന്ന ആൾക്കാർ ഇത്രയും വലിയ മനുഷ്യന്മാരെ എൻ്റെ മുന്നിൽ കാണാനോ എന്ന് കൂടി വിചാരിച്ചിട്ടാണോ ഞാൻ വന്നത്. നിങ്ങളൊക്കെ ചെറിയ ആൾക്കാരൊക്കെ വലിയ തീവണ്ടിയല്ലേ ഓടിക്കുന്നത്. എനിക്ക് തീവണ്ടിയിൽ കയറാൻ പോലും അറിയില്ലായിരുന്നു ഒരു കാലത്ത്. ഞാൻ ഈ റീസെൻ്റ്ലി ആണ് പക്ഷേ ഞാൻ ട്രെയിൻ യാത്ര തുടങ്ങിയിരിക്കുന്നത്. ഞാൻ ആരാണെന്നോ എന്താണെന്നോ എനിക്ക് അറിയുമെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ അല്ലേ. ഞാനുണ്ടാക്കിയ കുട്ടിയും കള്ളേ നല്ല ആണെന്ന് ഞാൻ പറയണമല്ലേ. ഞാൻ ഏതായാലും പറയാം, എനിക്കറിയാം എന്നെ ഇവിടെ ആർക്കും അറിയാം, സ്വർണ്ണേട്ടനറിയാം. എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് രുചി പറഞ്ഞിട്ടുണ്ടോ. എന്നെ ഒന്ന് പേര് അടിച്ച് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അത്യാവശ്യം അറിയപ്പെടുന്ന ആളാണ് എന്നെ. എനിക്ക് ബേസിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഞാനൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആണെങ്കിൽ പോലും എൻ്റെ പ്രവർത്തന മേഖല ഭിന്നശേഷിക്കാരുമായിട്ടുള്ള എനിക്ക് ഒരു 3720 മക്കളാണുള്ളത്. ഈ മക്കളുടെയൊക്കെ അമ്മയാവുക എന്നുള്ളതാണ് ഞാൻ പറയും. ഞാൻ എല്ലാ ദിവസവും സ്ത്രീത്വം ആഘോഷിക്കുന്ന ഒരു വനിതയാണ്. അപ്പോൾ ഇത്രയധികം പേരിനും അമ്മയെന്ന് വിളിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷവുമാണ്. അപ്പോൾ ആ സന്തോഷം ആണ് ഏറ്റവും കൂടുതൽ. അല്ലാണ്ട് അമ്മയെന്ന് വിളിക്കാൻ പ്രസവിക്കാത്ത ഒരു മകനും കൂടി കൊറോണ കാലത്ത് എനിക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഈ അടുത്ത കാലത്തെ ഒരു പോപ്പുലാരിറ്റി. പിന്നെ CM ഇടയ്ക്കിടയ്ക്ക് പറയുമായിരുന്നു, നമ്മുടെ കൊറോണ കൂടുന്നതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കൂട്ടത്തിൽ പറയുമായിരുന്നു, അപ്പോൾ കൊച്ചിയിൽ അനിതയുണ്ടല്ലോ, ഡോക്ടർ അനിത, അവർ പോലുള്ളവരുണ്ടെങ്കിൽ പിന്നെ ലോകം നന്നായെന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പോൾ കൊറോണ കാലത്ത് അതുപോലെ ഒരു 6 മാസം ഒരു കുഞ്ഞിനെ അച്ഛനും അമ്മയ്ക്കും ഇപ്പൊ കഥ കേട്ടു പേപ്പറിലുണ്ട്. അതെ ആളാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് അറിയുന്നത്. അപ്പോൾ അതൊക്കെ വളരെ സമയമായിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ഹൈജീൻ എന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുന്ന കാലഘട്ടം എന്ന് പറയുന്നത് ഒരു പീരിയഡ്സ് ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിനെ എങ്ങനെ നോക്കാം. ഹൈജീനും സ്ട്രെസ്സുമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹൈജീൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് 6 മണിക്കൂർ 7 മണിക്കൂർ അപ്പോൾ ഈ പുതിയ കപ്പ് ഓഫ് ലൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പുതിയ ക്യാമ്പയിനിൽ നിങ്ങൾ പങ്കെടുക്കേണ്ട ഏറ്റവും അത്യാവശ്യമുള്ള ആളുകൾ നിങ്ങളായിരുന്നു എന്നുള്ളതാണ്. കാരണം മെൻസ്ട്രുവേഷൻ പീരീഡിലുള്ള ഹൈജീൻ അല്ലെങ്കിൽ അൺഹൈജീൻ ആയിട്ടുള്ളത് ജീവിതകാലം മുഴുവനും ബുദ്ധിമുട്ടിലേക്ക് പോകുന്നൊരു കാര്യമാണ്. അതിലേറെയാണ് സ്ട്രെസ്. നിങ്ങൾക്ക് യൂണിഫോം ഉണ്ട് അല്ലേ? ഉണ്ട്. ഇത് പാൻറ്റാണ്, പാൻറ് ഷർട്ടാണ്. അപ്പോൾ അതിനകത്ത് സൽവാർ ആക്കാനായിട്ട് സർക്കാരോട് പറയാൻ ആണോ? സൽവാർ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഷോളെന്തിനാ സൽവാറിന്? കംഫർട്ടബിൾ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പീരീഡ്സ് ആവുന്ന സമയങ്ങളിലുള്ള ബുദ്ധിമുട്ടുകളാണ്. ഒന്ന് ഈ ചേഞ്ചിങ് പീരീഡ്, അതിനുള്ള സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. സ്പേസ് ഇല്ല. അപ്പോൾ സ്പേസ് ഇല്ല എന്നുള്ളത് എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പറയാൻ പറയും. ആദ്യമേ തന്നെ 3 പ്ലാസ്റ്റിക് കവർ കയ്യിലുണ്ടായിരിക്കുക കേട്ടോ. അത് പ്ലാസ്റ്റിക് കവർ ആണെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. 3 പ്ലാസ്റ്റിക് കവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡ്രൈ ക്ലോത്ത്സ് ആയിരിക്കും. ഡ്രൈ ക്ലോത്ത്സ് എന്ന് പറഞ്ഞാൽ കർച്ചീഫുകൾ പോലത്തെ ഒരു 2-3 നല്ല കർച്ചീഫുകൾ കയ്യിലുണ്ടായിരിക്കണം എന്നുള്ള നിർബന്ധം. അടുത്തത് കുറച്ച് നമ്മുടെ ന്യൂസ് പേപ്പർ മടക്കി വെച്ചത് ഉണ്ടായിരിക്കണം. ഇനി 3ാമത് പറഞ്ഞാൽ വേസ്റ്റ് എല്ലാം ഇടാൻ പറ്റുന്നത്. അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ ബോട്ടിൽ കൂടെ ഉണ്ടെങ്കിൽ വളരെ ക്ലീനായിട്ട് ഈ ഉണങ്ങിയ തുണികൾ കേട്ടോ. നാപ്കിൻസ് വേറെ വേണം. നാപ്കിൻസോ ഈ പറഞ്ഞ പോലെ പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ വെരി മച്ച് ഹൈജീൻ ആയിട്ടുള്ളത് നിങ്ങളെ പോലുള്ളവർക്ക് ഏറ്റവും ഉപയോഗപ്രദവുമായിട്ടുള്ള സാധനമാണ് ഈ മെൻസ്ട്രൽ കപ്സ്. അതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്നുള്ളത് വേറൊരു ദിവസം വിശദീകരിച്ച് പറഞ്ഞുതരാം. വളരെ എളുപ്പവുമാണ്, ഭൂമിക്ക് വളരെ ഡീജനറേബിൾ ആയിട്ടുള്ളതും അതല്ലെങ്കിൽ അത് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റുന്ന വെറുതെ
വെള്ളത്തിൽ വാഷ് ചെയ്ത് വെക്കാൻ പറ്റുന്നതുമായിട്ടുള്ള വെരി മച്ച് ഹൈജീൻ ആയിട്ടുള്ള ഒരു സാധനമാണ്. പക്ഷെ അത് ഈ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ടൈമില്ലാത്തതുകൊണ്ടാണ്. അപ്പം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിലേക്ക് മാറാൻ പറ്റുകയും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാരണം ഇത്രയും ലോങ് ഡിസ്റ്റൻസ് എല്ലാം അല്ലെങ്കിൽ സാധാരണ രീതിയിൽ ഒരു 6 മണിക്കൂർ കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും ഒരു പാഡ് മാറ്റിയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ഇൻഫെക്ഷൻസ് പോസിബിലിറ്റി കൂടുതലാണ് എന്നുള്ളതാണ്. അപ്പോൾ മാറ്റാൻ പറ്റുക എന്നുള്ളത് വാഷ് ചെയ്യാനായിട്ട് നിർവാഹമില്ല എന്നുണ്ടെങ്കിൽ മാത്രം ഈ ടവൽസ് ഡ്രൈ ടവൽസിനെ നനച്ച് ക്ലീൻ ചെയ്ത് ഉടനെ തന്നെ 6 മണിക്കൂർ എങ്ങനെയായാലും അതിനകത്ത് എത്രമാത്രം ആയി എന്നതിലും ആയില്ല എങ്കിലും മാറ്റണം, നിർബന്ധമായിട്ട് മാറ്റണം. കോട്ടൺ പാൻറ്റീസ് നിർബന്ധമായിട്ടും 2-3 കയ്യിൽ എപ്പോഴും ഉണ്ടാവുക. ഇതിനേക്കാളേറെ ഈ മാറ്റുന്നതിനേക്കാളേറെ നിങ്ങൾക്ക് ഉണ്ടാവുന്നത് സ്ട്രെസ്സാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ സ്ട്രെസ്സിനല്ലെങ്കിലും എനിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വെള്ളം കൂടി നിങ്ങൾക്ക് കുറവാണ് എനിക്കൊരു ഡൗട്ടുണ്ട്. എല്ലാവരുടെയും പുഞ്ചിരിയിൽ ചിരി വരാത്തതിന് ഒരു റീസൺ നമ്മുടെ ബോഡിയിലെ വാട്ടർ ബേസാണ്. നമ്മൾ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നൊരു സാധനമാണ്. കാരണം നമ്മുടെ ബോഡിയുടെ 60-70% വരെ വെള്ളമാണ്. ആ ബോഡിയുടെ വെള്ളത്തിൻ്റെ ബാലൻസ് ഇല്ലാണ്ടായാൽ തന്നെ ബാക്കി എല്ലാ ബാലൻസും പോയി. അപ്പോൾ കുടുംബജീവിതം നിങ്ങൾ എങ്ങനെ നയിക്കാൻ നയിക്കാൻ കേട്ടോ. കാരണം സാധാരണ രീതിയിൽ പറയും എന്താണ് 55 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുരുഷന്മാർ വേറെ പോകുന്നൊക്കെ അവർ പല സൈക്കോളജിസ്റ്റുകളും പറയട്ടെ. ഞാൻ പറയില്ല കേട്ടോ, ഞാൻ ഒരിക്കലും പറയില്ല. കാരണം എൻ്റെ കെട്ടിയ 40 വയസ്സായി പോയില്ല പോയില്ല നമ്മളൊക്കെ അങ്ങനെ ഇരിക്കുക, വേറെ നിർവാഹമില്ലല്ലോ. അപ്പോൾ സാധാരണ രീതിയിൽ കുടുംബം എന്ന് പറയുമ്പോൾ അത് മുഴുവൻ്റെയും ചുക്കാൻ പിടിക്കേണ്ടതിൻ്റെ അവസ്ഥ സ്ത്രീക്കാണ്. പക്ഷെ നിങ്ങൾ കുടുംബജീവിതത്തിനോടൊപ്പം തന്നെ റെയിൽവേയുടെ ഒരു ട്രെയിൻ കൂടി ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അത് എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു സ്ട്രെസ്സ്. പിന്നെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് പെർഫെക്ഷനിസം ആവശ്യമാണെന്ന് തോന്നുന്ന ഒരുപാട് സ്ത്രീകളുടെ മുഴുവൻ മനസ്സങ്ങനെ, ഞാൻ ചെയ്താൽ തന്നെ കുട്ടുനാളെ ആവുള്ളൂ, ഞാൻ നോക്കിയാൽ തന്നെ എൻ്റെ മകനെ റെഡി ആവുള്ളൂ, എൻ്റെ മകൾക്ക് ഞാൻ തന്നെ കൂടെ പോയി ഡ്രസ്സ് എടുത്താലേ ശരിയാവുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്നതാണ് ഇവിടുത്തെ എല്ലാവരും എന്നാണ് എൻ്റെ ചിന്തയിൽ. ആണോ? പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ സ്ട്രെസ് കുറയുക? കുറച്ച് ഡിവൈഡ് ആൻഡ് റൂൾ പഴയ ബ്രിട്ടീഷുകാർ ഇട്ടുപോയിട്ടുള്ള ഒരു നിയമം ഉണ്ടായിരുന്നു. ഡിവൈഡ് ആൻഡ് റൂൾ അത് കുറച്ച് വിളിച്ച് സ്കാറ്റേഡായിട്ട് കെട്ടിയവരും സഹോദരനും അമ്മച്ചിക്കും അമ്മായിമ്മയ്ക്കും ഒക്കെ നമ്മൾ കൊടുക്കുക, മക്കൾക്ക് സ്വന്തമായി കൊടുക്കുക. മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇത്രയും ബഡ്ജറ്റുള്ളൂ, ബഡ്ജറ്റ് ഇത്രേ ഉള്ളൂ. എൻ്റെ കണ്ടീഷൻ ഇങ്ങനെയൊക്കെയാണ്. അതായത് നീറ്റായിട്ട് ഇരിക്കണം പറഞ്ഞാൽ അമ്മയുടെ കൂടെ വരാൻ പറ്റണം. അമ്മ പോകുന്നത് പോലീസുകാരുടെ കൂടെയാണ്, അവർ നോക്കിയിട്ട് തന്നെ ചീത്ത വിളിക്കാൻ പറ്റരുത്. ബഡ്ജറ്റിൽ അരിമുകൾ ഉള്ളെടുക്കുക വേണ്ട കേട്ടോ. അത് എന്ത് കളറിനൊന്നും അടിപ്പനായിരിക്കരുത്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുക്കുള്ളൂ. എനിക്ക് പറഞ്ഞാൽ ഫുൾ ടൈം പോകാൻ പറ്റാത്തതുകൊണ്ട് മാത്രമല്ല, അവരുടെ ചോയ്സ് നമ്മുടെ ഇഷ്ടം. ഇങ്ങനെയാണ് ഞാൻ പറയട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒന്നു തന്നെയല്ലേ എൻ്റെ ഇഷ്ടമാണ് ഈ പറയണത്, അവരുടെ ചോയ്സിന് കൂട്ടത്തിൽ പറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ രീതിയിൽ പിന്നെ ഏറ്റവും വലിയ അമ്മമാരുടെ ഏറ്റവും വലിയ ടെൻഷൻ മക്കളുടെ പുറകെ പഠിക്കുന്നു പറഞ്ഞ ഓടി നടക്കല. അങ്ങനെ ഓടാറുണ്ടോ? ആദ്യമാണ് അവിടെ ഏത് വഴി കൂടി വണ്ടി ഓടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാലും വീട്ടിൽ പിള്ളേരെങ്ങനെ പഠിക്കുന്നു അല്ലേ? പിള്ളേർക്ക് ഒരു ക്വാളിറ്റി ടൈം നമ്മുടെ മക്കളോട് കൂടി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക്. പക്ഷേ എനിക്കറിയാം നിങ്ങളുടെ സ്ട്രെസ് കൊണ്ട് പലപ്പോഴും പല കാര്യങ്ങളും ചെയ്യുമ്പോൾ ദേഷ്യമായിട്ടായിരിക്കും വരുന്നതെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. ആണോ സ്ത്രീജനങ്ങളെ? കേട്ടോ. അപ്പോൾ ഈ സ്ട്രെസ് മുഴുവനും ദേഷ്യമായിട്ട് വരുമ്പോഴുണ്ടല്ലോ, ഏതോ സിനിമയിൽ കാണിക്കണ്ടായിരുന്നു, നമ്മുടെ പഴയ നടമുരളി വായിൽ വെള്ളം വെച്ചിട്ട് നിൽക്കുന്ന ഒരു സീൻ കേട്ടോ. നിങ്ങൾ സിനിമയിൽ കാണാറുണ്ടാവും. അപ്പോൾ അത് നല്ലൊരു ടെക്നിക്കാണ്. നല്ല ടെക്നിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ തലവേദന ഉണ്ടെങ്കിലും കേട്ടോ, സ്ട്രെസ് കൂടുമ്പോഴും ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് വായിൽ വെള്ളം നിറച്ച് കുടിക്കുക എന്നുള്ളത്. പെട്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ ഡൈവേർട്ടഡ് ആവുന്നു. 2 നമ്മുടെ ഇതിനെ സൂതം ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അത് ആണിന് പെണ്ണിനും ഒക്കെ പഠിക്കാവുന്നതാണ്. വായിൽ
വെള്ളം. പിന്നെ ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളിൽ നിന്ന് ഒഴിവാക്കണം. അതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ഇത് തുപ്പിക്കാണിട്ട് വേണമല്ലോ. അപ്പോൾ ആ നേരം കൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റാവും മിക്കവാറും. കാരണം ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് എന്തൊക്കെയാണെന്ന് ഒരു നിശ്ചയമില്ലല്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ പോയ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. പക്ഷെ സ്ത്രീകളെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സങ്കടമാണ്. അവർ തന്നെ സങ്കടപ്പെടും, മറ്റുള്ളവരെ ചീത്ത വിളിക്കുക. പക്ഷെ അവരൊന്നും കേട്ടവര് നോ മൈൻഡായിരിക്കും. ഏതൊക്കെ സ്ഥിരമുള്ളതായിരിക്കും അപ്പുറത്തെ സൈഡ്. പക്ഷെ പറഞ്ഞിട്ട് നമ്മൾ തന്നെ സങ്കടപ്പെടുന്നതാണ് സ്ത്രീകളുടെ ഒരു സ്വഭാവമാണോ അങ്ങനെയാണ് ഭൂരിപക്ഷം പേരുടെ കേട്ടോ. അപ്പോൾ ആ സങ്കടം ഇല്ലാണ്ടിരിക്കാനായിട്ട് ഈ വായു വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ സ്ത്രീകൾക്കുള്ള ഏറ്റവും പ്രയാസം എന്ന് പറയുന്നത് സങ്കടം എന്ന് പറയുമ്പോഴും ഇന്ന് കിട്ടിയ അടിക്കല്ല കേട്ടോ ഒരു കരയാണ്. പുരുഷന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇന്ന് കിട്ടുന്ന വേദനയ്ക്ക് എല്ലാവരും കരയാണ്. അപ്പോഴാണ് അതൊരു ട്രിഗർ മാത്രമാണ്. കരയുന്നത് ഉർവശി പണ്ട് മറ്റേ ഇത് ആദ്യത്തെ കല്ല് മാങ്ങിയമ്മ പഴയ ബ്രഷ് എടുത്ത് വെച്ചു എന്നൊക്കെ പറയണത് പോലെയാണ് ഇവിടെ കരച്ചില്. ഇപ്പോഴത്തെ ഒരു ട്രിഗർ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പോണത് 1947 ആദ്യത്തെ വണ്ടി ഓടിച്ച് അവിടെ തൊട്ടുള്ള വേദനകളും വിഷമങ്ങളും കുത്തി ഒലിച്ച് 2018 വെള്ളം പ്രളയമായി മാറുന്ന രീതിയിലാണ്. ആണോ സ്ത്രീകളെ? അപ്പോൾ നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ ഉള്ളൂ. സ്ത്രീകൾ ശ്രദ്ധിച്ചിട്ട് മാത്രം കാര്യമില്ല കേട്ടോ. അപ്പോൾ പുരുഷന്മാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾ എന്തെങ്കിലും പ്രയാസപ്പെട്ട് കരയുന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കരച്ചിലിൻ്റെ ഒരു പാറ്റേൺ. അപ്പോൾ ചെയ്യാനായിട്ട് നമ്മൾ സഹായിച്ചാലേ പറ്റുള്ളൂ നമ്മുടെ സ്ത്രീകളെ. അപ്പോൾ ഒന്ന് പാറ്റേഴ്സുമായി കേട്ടോ, അത്രയും മതി. 10,000 രൂപയുടെ സാരി വേണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യും, ചിലപ്പോൾ വായോട്ട് പറയുകയും ചെയ്യും. ഇതൊന്നും മേടിക്കണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊക്കെ ക്ഷിപ്രപ്രസാദികളാണ്. ക്ഷിപ്രപ്രസാദികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നാട്ടുപുറത്തെ എല്ലാ ആളുകൾക്ക് അറിയാൻ പറ്റും. ആടിനെ പ്ലാവില കാണിച്ച് നടത്താന്ന് പറയും. ഒരു കെട്ട് പ്ലാവിലയിട്ട് അങ്ങനെ നടക്കും, വീട് വരെ ഒന്നില്ല. അതുപോലെ നടത്താൻ പറ്റുന്ന ഒരു വർഗമാണ് സ്ത്രീകൾ. സത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും വേണ്ട, മേടിക്കട്ടോ, നാളെ മേടിച്ചേട്ടോ. അതൊരു മയത്തി പറയണം കേട്ടോ, അത്രേ ഉള്ളൂ. അതൊന്ന് ആ ഒരു പ്രതീക്ഷ, ഒരു ഹോപ്പ് അത്രയും കൊടുത്താൽ മതി. മേടിച്ചേ കൊടുക്കണ്ട. എന്താ കിട്ടിയോ ഇത്രയും വർഷമായിട്ട് ഒരു കർച്ചിപ്പൂര് മേടിച്ചതല്ലാതുകൊണ്ട് ഞാനിത് പറയാതെ കേട്ടിട്ടുണ്ടായിരുന്നേ. ഈ ചേട്ടൻ ഇത് കേട്ട് പക്ഷേ എനിക്കിത്ര മതി. ശരി കേട്ടോ, ഓക്കെ. അതുകൊണ്ട് നോ എന്ന് പറയുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയവും. യെസ് എന്നുണ്ടെങ്കിൽ പറയണതൊന്നും ഞാൻ ചാടി പുറത്ത് കടന്നിരിക്കും എന്നുള്ളതുകൊണ്ടാണ് നമ്മുടെ സ്വന്തമായിട്ട് ജീവിച്ചു പോകുന്നത്. അപ്പോൾ ആ യെസ്സിലേക്ക് എത്തുന്നതിൻ്റെ കാര്യം ഇതാണ്. കാരണം പ്രതീക്ഷകളെന്ന് പറഞ്ഞാൽ വെറുതെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് നല്ല ബോധ്യവുമുണ്ട്. അങ്ങേർക്ക് പറയും ഞാൻ എൻ്റെ അപ്പുറത്തേക്ക് പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷ കൊടുക്കാൻ പറ്റുക. നമുക്ക് എത്ര നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അത് ചെയ്യാട്ടോ, നമുക്ക് നോക്കാം. സ്ത്രീ പറയുന്ന അഭിപ്രായങ്ങൾ എന്തുമായിക്കോട്ടെ, പക്ഷെ ഉറപ്പാണ് കേട്ടോ, നിങ്ങൾ പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിൽ ഒരു സ്ത്രീയോട്, അത് അമ്മയോടോ ഭാര്യയോടോ സഹോദരിയോടോ കൂട്ടുകാരിയോടോ ചോദിക്കാട്ടോ. ഇമ്മീഡിയറ്റ് കിട്ടുന്ന ആൻസർ അത് നിങ്ങളെ നല്ല രീതിയിലേക്ക് പോകും. കാരണം സ്ത്രീക്കുള്ള ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലോങ് ഡിസ്റ്റൻസിൽ നോക്കുന്ന പോലെയല്ല കേട്ടോ, വലിയ വിഷനോടുകൂടി ആയിരിക്കില്ല. പക്ഷേ അപ്പത്തെ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനായിട്ട് ഉള്ള വലിയ ഒരു കപ്പാസിറ്റി അത് സ്ത്രീക്ക്. ഞാൻ പറയും ഈ 2018 പ്രളയം മുഴുവനും ഒരു പക്ഷേ കടന്നു പോകുന്നതിൻ്റെ ഒരു മെയിൻ കാര്യം സ്ത്രീകളായിരുന്നു. കാരണം അവരുടെ കരുതൽ, ഞാൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കോവിഡ് കാലഘട്ടത്തിലും ഇതിലൊക്കെ ഞാൻ വളരെ സജീവമായിരുന്നു. കാരണം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഭാഗമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് മനസ്സിലായിട്ടുള്ളത് പുരുഷന്മാർ വെള്ളത്തിൽ മുങ്ങിപ്പോയ ജീവിതത്തിലെ എല്ലാ സമ്പാദ്യവും വെള്ളത്തിലേക്ക് മുങ്ങിപ്പോയത് വിഷമത്തോടെ ദൂരെ നിന്ന് നോക്കുമ്പോഴും രണ്ടാം നിലയിലേക്ക് ഉള്ള സാധനങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്നുകൊണ്ടാണ് പുരുഷൻ ദൂരെ നിന്ന് വിഷമിച്ച് നിൽക്കുക. പക്ഷേ സ്ത്രീ ഈ വെള്ളത്തിനിടയിൽ കൂടി പാമ്പ് പോകുന്നുണ്ട്, അതൊന്നും നോക്കാൻ നേരമില്ല. പക്ഷെ
പക്ഷെ ഉള്ള കിട്ടുന്ന സാധനങ്ങൾ, ഗ്യാസ് സ്റ്റൗ, പൊട്ടിയ കലം, ചട്ടി, കാരണം പൊട്ടിയ കലത്തിലൂടെ ചട്ടിട്ടാവുന്ന പ്രിയമുണ്ടല്ലോ, അത് വിടാൻ പറ്റത്തില്ല. അത് എല്ലാ വീട്ടിലും പഴയ ഒരു ചട്ടി ഇരിപ്പുണ്ടാവും. അത് നൊസ്റ്റാൾജിയാണ്. അപ്പോൾ ഈ നൊസ്റ്റാൾജി ഒരുപാടുള്ളതാണ് ഈ സ്ത്രീകൾ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊടി തട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിതം വിജയം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, സ്ത്രീകൾക്കുള്ള കപ്പാസിറ്റി ഉണ്ട്, പക്ഷേ സ്ത്രീയുടെ പുറകെ ഒരു പട്ടി ഓടിയാൽ മാത്രമേ PT ഉഷയുടെ മുന്നിൽ എത്താൻ പറ്റുള്ളൂ. അവിടെയാണ് നമ്മുടെ ഒരു പ്രയാസം. നമുക്കുള്ള കപ്പാസിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുമില്ല. അപ്പോൾ ആ ഓടാനായിട്ടുള്ള ഒരു ട്രിഗർ ഒരു പട്ടി പറയുകയാണ്. അതായത് ഒരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം മുന്നിൽ നിൽക്കുകയും അതിന് തരണം ചെയ്യാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉള്ളത് സ്ത്രീക്ക് തന്നെയാണ്. ഞാൻ എപ്പോഴും എൻ്റെ കെട്ടിയവനെ കുറിച്ച് പറയുമ്പോൾ പറയും, ആൾക്ക് മോശക്കാരനായിട്ടൊന്നുമല്ല കേട്ടോ. വേറെ നാട്ടിലുള്ള പല കെട്ടിയവന്മാരെ കുറിച്ച് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ കെട്ടിയവനെന്ന് ഞാൻ പറയുന്നതാണ്. നാട്ടിലുള്ള ആൾക്കാരെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ എനിക്കൊക്കെ അറിയാവുന്ന ഇല്ലേ. ഞാനിപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതായത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രിൻ്റഡായിട്ട് കോട്ടയം വന്ന് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവിടെ എഴുന്നേക്കാൻ പറ്റുള്ളൂ നമ്മുടെ ആൾക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചായ കൊണ്ടേ കൊടുക്കണം. ചായ കൊണ്ടേ കൊടുക്കുമ്പോൾ ചായ കൊണ്ടേ കൊടുക്കുന്ന ഞാൻ വെക്കുമ്പോൾ ഞാൻ എന്നൊരൊച്ച കേൾക്കും. ഒരു നോട്ടുണ്ട്, വായിച്ചത് മുഴുവൻ പോയത്. അതാണ് കോൺസെൻട്രേഷൻ. പക്ഷെ സ്ത്രീ അങ്ങനെയല്ല. ഒരു 4 ബർണറുടെ അടുപ്പിൽ സാമ്പാർ, അപ്പുറത്തെ ചോറ്, ഇപ്പുറത്തെ അത്, അതിൻ്റെ ഇടയിൽ കൂടി കൊച്ചിൻ്റെ ഷൂ, പെങ്കൊച്ചിൻ്റെ മുടികെട്ടല് ഒക്കെ കൂടി നടത്തുന്ന ഒരു യുദ്ധക്കളത്തിൻ്റെ ഇടയിൽ ഒരു വാട് പിടിച്ച് നിൽക്കുന്ന ഒരു ഉണ്ണിയാർച്ചയാണ് നമ്മുടെ സ്ത്രീജനങ്ങൾ അല്ലേ. അങ്ങനെയല്ലേ വീടുകളിൽ വീട്ടിൽ ചെല്ലുന്ന ദിവസങ്ങളിലൊക്കെ ഇതൊക്കെ തന്നെയല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇടയിലും നമ്മളെ നയിക്കുന്നത് ഒരു വേ ഓഫ് ഹോപ്പാണ്. കൂടെയുണ്ട്. അതേ ഞാൻ പറഞ്ഞു, ഒരു പാറ്റേഴ്സ് മൈൻഡ്, നന്നായി എന്ന് പറയാൻ പറ്റുന്ന ഒരു പുരുഷൻ്റെ കരുതൽ, അതാണ് എനിക്ക് തോന്നുന്ന സ്ത്രീക്ക് ഏറ്റവും അത്യാവശ്യം. 10,000 രൂപയുടെ സാരി നല്ല, അല്ലെങ്കിൽ ഒരുപാട് സിനിമ കാണിക്കാൻ കൊണ്ടുപോകുന്നതോ ഒന്നുമല്ല. അതിനേക്കാളേറെ ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ വിഷമഘട്ടങ്ങൾ. അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, മറ്റേ ചെയ്തില്ല, അതൊക്കെ ഞാൻ ഇങ്ങനെ പറയുന്നതിനേക്കാൾ മനസ്സിലാക്കും. കുഴപ്പമില്ല, സാരിയാണ്, നമുക്ക് നേരിടാം, അത് സാരിയാണ് എന്ന് പറയാൻ പറ്റുന്ന ഒരു പാറ്റ്, ഒരു കെട്ടിപ്പിടി വൈദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുമെന്ന് എനിക്കറിഞ്ഞൂടെ. ഏതൊക്കെ സിനിമയിലൊക്കെ ഇപ്പോൾ വരുന്നുണ്ടാണോ ഒരു പാറ്റ്, ഒന്നും കൈ തട്ടിയിട്ട് സാരിയാണ്. ആ ടച്ചിലുണ്ടാവുന്ന ഒരു കെമിസ്ട്രി, അതൊരു കെമിസ്ട്രി തന്നെയാണ് കേട്ടോ. നമ്മുടെ അവതാരങ്ങളിൽ കാണാം ആ കെമിസ്ട്രിയുടെ ഒരു പാലും കൂടി ഇങ്ങനെ ചേർത്ത് വയ്ക്കുമ്പോൾ രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട് ചിന്തകളിലേക്ക് പോകുന്ന ഒരു സാധനം കണ്ടിട്ടുണ്ടോ? എവിടെ അവതാരം കണ്ടിട്ടില്ല, അവിടെ മനുഷ്യർക്ക് സാധാരണ മനുഷ്യരെ പോലെയാണ് ഞാൻ പറയുന്നത്. സാധാരണ മനുഷ്യരല്ലല്ലോ, ഞാൻ കിട്ടത്തുള്ള സാധാരണ മനുഷ്യരെയാണ്. ആദ്യമായിട്ട് കാണാറുണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ജീവികളെ. അപ്പോൾ ഈ ഒരു ഈ കെമിസ്ട്രിയാണ് നമ്മളെ നയിക്കുക. അപ്പോൾ ഈ കെമിസ്ട്രി അത് നമുക്ക് വൈരാഗ്യമോ ദേഷ്യമമുള്ള ആളുകളിലെ പോലും നമുക്ക് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോയി എന്ന് ചിന്തിക്കുന്ന കുറച്ച് പേരുണ്ടാവും. പക്ഷെ അവരുടെ അടുത്തുകൂടി നടക്കുമ്പോൾ ഒന്ന് ടച്ച് ചെയ്ത് നോക്കി, മറ്റേ ആളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് ഇത് തന്നെ ടച്ച് ചെയ്തു, പിന്നെ വീണ്ടും ഒന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് സ്മൈൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിയെ നമ്മുടെ ആ വിദ്വേഷം മനസ്സിൽ നിന്ന് മാറും. വിദ്വേഷം മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളാണ് നമ്മുടെ അസുഖങ്ങൾക്ക് കാരണമെന്ന് കൊറോണ തെളിയിച്ചതാണ്. കാരണം 2020 മാർച്ച് 23 ഹോസ്പിറ്റലുകൾ അടച്ചിട്ട് 6 മാസം ഹോസ്പിറ്റലിലേക്ക് ഒരു പേഷ്യൻറ്റും കടന്നു വന്നില്ല. അതിൻ്റെ തലേ ദിവസം ആൻജിയോപ്ലാസ്റ്റിക്ക് ടിക്കറ്റ് എടുത്ത് വെച്ച ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. ഒരാൾക്കും അസുഖം വന്നില്ല. അതായത് നമ്മുടെ അസുഖത്തിൻ്റെ ബേസിക് റീസൺ സൈക്കോസൊമാറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയും മൈൻഡും തമ്മിലുള്ള കൺഫ്യൂഷനിലും ഡിസ്ട്രാക്ഷനിലുമാണ് നമ്മുടെ അസുഖങ്ങൾ കിടക്കുന്നത്. അപ്പോൾ ആ അസുഖങ്ങളെ ഭേദമാക്കി കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകളെ, നമ്മുടെ വികാരങ്ങളെ, ചെയ്തികളെ ഇതിനൊക്കെ ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് ഒരു സന്തുലിതാവസ്ഥയിൽ ഒരു ബാലൻസിങ്ങിൽ പോയാൽ
ഒരുപാട് കാര്യങ്ങൾക്ക് അസുഖം ഉണ്ടാകില്ല എന്നുള്ള 6 മാസം അവർക്ക് അസുഖം ഉണ്ടായില്ല. കാരണം അതിന് വേറെ വലിയ പേടി, ഡയാഗ്നോസിന്റെ വാള് പോലെ അങ്ങനെ വലിയ പേടി നിൽക്കുമ്പോൾ ഈ കുഞ്ഞു പേടികളൊക്കെ നമ്മളങ്ങ് മറന്നുപോയി. അപ്പോൾ പേടിപ്പിച്ചാൽ മാത്രമേ നമ്മൾ നന്നാവുള്ളൂ എന്നാണ് നമ്മുടെ ഒക്കെ കാര്യം അല്ലേ. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇപ്പോൾ വെള്ളം ധാരാളം കുടിക്കുക, ആവുന്നതും വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ്. പോകുന്ന യാത്രയിലാണെങ്കിലും 3 കിലോ ഓറഞ്ചോ 100 രൂപയ്ക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. മേടിച്ച എൻ്റെ സൈഡിൽ വെക്കാൻ പറ്റൂലുണ്ട്. എന്തെങ്കിലും അത് ചെയ്യാൻ പറ്റുമല്ലോ. അത് എഞ്ചിൻ്റെ ഇടയിലാണെങ്കിലും വെക്കാൻ പറ്റും. അപ്പോൾ അത് ഇടയ്ക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് ആയിട്ട് കഴിക്കുക. കാരണം വിറ്റമിൻസ് മിനറൽസിൻ്റെ കുറവും കൂടി നിങ്ങൾക്ക് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നിങ്ങളുടെ ഭക്ഷണക്രമങ്ങളും ട്രെയിൻ അനുസരിച്ച് ക്രമപ്പെടുത്തിയ ആൾക്കാരല്ലേ. അപ്പോൾ നിങ്ങളൊരു മെഷീനായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിന് ഒരു മനുഷ്യനായി മാറാനായിട്ട്, അതുപോലെ തന്നെ D3 അതിൻ്റെ കുറവുണ്ടാകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അത് നോക്കുക. അപ്പോൾ ഇതൊക്കെ വെയിൽ കൊള്ളണ മനുഷ്യർക്ക് മാത്രം പറ്റുന്നതാണ് കേട്ടോ. നിങ്ങളത് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ നാച്ചുറലായി കിട്ടുന്ന, നമ്മുടെയൊക്കെ പഴയ അസംബ്ലി കാലഘട്ടങ്ങളിൽ എന്തോരം പ്രാവശ്യം ഞാൻ തന്നെ തലകറങ്ങി കണ്ടിട്ടുണ്ടെന്ന് പറയും. കാരണം ഒരു വെയിലത്തായിരുന്നു അമ്മയ്ക്ക് അസംബ്ലി. ഇന്നത്തെ പോലെ കവാർഡായിട്ടുള്ള AC-യുടെ ഇതിലൊന്നും അല്ല. അപ്പോഴേക്കും അടിച്ചങ്ങ് വീഴും. പക്ഷേ കിട്ടുന്നത് D3യുടെ കപ്പാസിറ്റി, അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ, നമ്മുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റത്തെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു സാധനം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതൊന്നും കിട്ടാണ്ടായിട്ട് വർഷങ്ങളായിട്ടുണ്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ ചെയ്തെടുക്കും. അപ്പോൾ അത് സപ്ലിമെൻ്റ് ആയിട്ട് വീക്ക്ലി വൺസെങ്കിലും എടുക്കുന്നത് എല്ലാ സ്ത്രീജനങ്ങൾക്കും നല്ലതായിരിക്കും. അതുപോലെ നിങ്ങളുടെ കാൽഷ്യത്തിൻ്റെ കപ്പാസിറ്റി ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ കാൽഷ്യം ഒന്ന് കറക്റ്റ് ചെയ്യുക. അപ്പോൾ വിറ്റമിൻസ് മിനറൽസിൻ്റെ എല്ലാത്തിനും കുറവുണ്ടായിരിക്കാം. അപ്പോൾ വെള്ളം കൂടി സ്ട്രെസ്സിനെ കുറയ്ക്കും. വെള്ളം കവിൾക്കൊള്ളുന്നതും സ്ട്രെസ്സിനെ കുറയ്ക്കും. പിന്നെ ഭക്ഷണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫ്രൂട്ട്സ് കയ്യിൽ വെക്കാൻ നിങ്ങൾക്ക് പറ്റും എന്നെനിക്ക് തോന്നുന്നു. അതിനെ ഒന്ന് നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ ലഘുഭക്ഷണങ്ങൾ, ഗുളിക തുടങ്ങി എന്തെങ്കിലും ഈ ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്ന് കുറയ്ക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ യാത്രാക്രമങ്ങളും നിങ്ങളുടെ ഫുഡ് ഹാബിറ്റുമായിട്ട് ഒന്നിച്ച് പോകാനായിട്ടുള്ള വഴിയില്ല. അപ്പോൾ കിട്ടുന്നത് എന്തും കഴിക്കാമെന്ന് വിചാരിക്കരുത്. ഒന്നുമില്ലെങ്കിലും എവിടെയെങ്കിലും ഒരു പഴം കിട്ടുന്ന സ്ഥലം ഉണ്ടായിരിക്കും. അപ്പോൾ ഫ്രൂട്ട്സിലേക്കൊന്ന് കൺവേർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതായിരിക്കും. എക്സസൈസ് എന്ന് പറയാൻ പോയിട്ട് വേറെ നിവർന്ന് നിൽക്കാൻ നേരമില്ലാത്ത നിങ്ങളോട് ഞാൻ എക്സസൈസ് എന്ന് പറയുന്നത് വലിയ മഹാഭാവമായി മാറും. പക്ഷേ എക്സസൈസ് എല്ലാ സമയവും ഞാൻ മുഴുവൻ നേരം കിച്ചണിലല്ലേ എന്ന് ചോദിക്കരുത്. കിച്ചണിൽ നിൽപ്പ് മാത്രമാണ്, കൈ മാത്രമേ അനങ്ങുന്നുള്ളൂ കേട്ടോ. ഒന്ന് കുനിഞ്ഞ് നിവർന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും, കുനിഞ്ഞ് നിവർന്നതും മുട്ടൊന്നും മടക്കണത് കേട്ടോ. നമ്മുടെ ഈ ജമ്പ് ചെയ്യുമ്പോഴൊക്കെ ഇങ്ങനെ പൊങ്ങൂലേ, അങ്ങനത്തെ ഒരു എക്സസൈസ് മുട്ടിന് വേണം കേട്ടോ. കാരണം നമ്മളൊക്കെ നമ്മളെന്ന് പറഞ്ഞാൽ ഞാൻ പ്രായമായി. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഗാന്ധിയുടെയൊക്കെ നല്ല പരസ്യങ്ങളുള്ളതുകൊണ്ട് ഞാനൊക്കെ ഇങ്ങനെ നടക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ചേട്ടന്മാരെ കാട്ടി പൂർത്തിയാവാറുണ്ട്. പിന്നെ ഒരു സന്തോഷത്തിന് ചേട്ടാന്ന് വിളിക്കുന്നു മാത്രമേ ഉള്ളൂ. വേണ്ടാതൊക്കെ വിളിക്കുമ്പോൾ ഞാൻ ചെറുപ്പായില്ലേ. പിന്നെ അപ്പോൾ ഇത് പക്ഷേ കൃത്യമായിട്ട് ജിമ്മിൽ പോകുന്ന ആളാണ്. അതുകൊണ്ട് ഞാൻ പറയാം, കൂടുതലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് മുമ്പോട്ടും ഇപ്പുറത്ത് ചെയ്യുന്ന നേരമൊക്കെ നിന്ന് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം. പക്ഷേ ഹെൽത്തി ആയിരിക്കുക, ആരോഗ്യം സൗന്ദര്യത്തെക്കാൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹെൽത്തി ആയിരിക്കുക, കിടപ്പ് രോഗിയാവാണ്ടിരിക്കുക എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഒരു ആഗ്രഹത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് എക്സസൈസ് കിട്ടുന്ന സമയത്തിൽ കൈകാല് നമ്മുടെ എല്ലാ ജോയിൻസിനെയും ഒന്നും അനക്കാൻ പറ്റുന്നത്, വെറുതെ ഇങ്ങനെ ചോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോലും പിന്നെ കുനിഞ്ഞ് നിവരുക, മുട്ട മടക്കി ഈ ഇങ്ങനെ കുഞ്ഞ് എക്സസൈസ് ചെയ്യുക. വന്നോണ്ടിരിക്കണോട്ടോ. അപ്പോൾ അത് നിർബന്ധമായി ചെയ്യും. എക്സസൈസ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ കോർട്ടിസോളിൻ്റെ ഒരു റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് കൂടി നിങ്ങൾക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 1, 2, 3, 4, 5ാമത്തെ ആൾക്ക് ഹോർമോൺ ഇംബാലൻസ് ഉണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഒന്ന് ചെക്ക് കേട്ടോ. ഹോർമോൺ ഇംബാലൻസ് വരാനുള്ള പോസിബിലിറ്റി കൂടുന്ന, കാരണം ഫേസിൽ വ്യത്യാസങ്ങൾ വന്ന് തുടങ്ങുന്നത് കേട്ടോ. മുഖ ലക്ഷണം പറയുകയാണ് എൻ്റെ ബേസിക് പ്രൊഫഷൻ, അതുകൊണ്ടാണോ ഞാൻ പറഞ്ഞത്. വായനോക്ക് മുഖലക്ഷണം പറയുകയാണ് എൻ്റെ പ്രൊഫഷൻ. അപ്പോൾ പോസിബിലിറ്റി കാണുന്നു കേട്ടോ. വളരെ ഒന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. ബ്ലഡ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് പ്രയാസപ്പെടാൻ വേണ്ടി നിങ്ങളൊക്കെ കൂട്ടുകാരായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓപ്പണായിട്ട് പറഞ്ഞത് കേട്ടോ.
നിങ്ങളുടെ ഭാര്യമാർക്കൊക്കെ ചെക്ക് ചെയ്യാൻ കേട്ടോ ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ഉണ്ടാവുന്നത്. ഇതൊക്കെ എന്തായിട്ടാണ് വെച്ചിട്ടുണ്ടാക്കണേ നോക്കട്ടെ. ചിലപ്പോൾ ഹോർമോൺ ഇംബാലൻസ് ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ റീസൺ അല്ലാതെ നിങ്ങൾ കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജീവിതകാലം ഏതായാലും മാറ്റാൻ പറ്റില്ലല്ലോ. ഇടയ്ക്ക് മാറ്റാൻ പറ്റുന്നതായിരുന്നെങ്കിൽ അങ്ങനെ ചിന്തിക്കരുത്. മാറ്റാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ജീവിതകാലം മുഴുവൻ സന്തോഷമായിരിക്കാനായിട്ട് ഇത്തരം കാര്യങ്ങൾ ഇടയ്ക്ക് നമുക്കൊന്ന് പോവാമേ, നമുക്കൊന്ന് ചെക്ക് ചെയ്യാമേ, നമുക്കൊന്ന് കണക്ട് ചെയ്യാമേ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കാര്യത്തിൽ എന്നെ ശ്രദ്ധിക്കുന്നു എന്നതാണ് നമ്മുടെ ഒരു ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ചിന്ത. ആ ചിന്തകളിലേക്ക് എല്ലാ സ്ത്രീകളും സ്വപ്നങ്ങൾ കാണാൻ പഠിക്കട്ടെ. സ്വപ്നങ്ങളിലേക്ക് വേണ്ടിയിട്ട് ഒരു സ്റ്റെപ്പെങ്കിലും വെക്കാനായിട്ട് പറ്റട്ടെ. സ്വപ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സ്വപ്നങ്ങളിലേക്ക് ജീവിതം മുഴുവൻ ട്രെയിനുള്ളിലായി എന്ന് പറയരുത്. സ്വപ്നമുണ്ടായിരിക്കണം. സ്വപ്നത്തിന് വേണ്ടി ഓരോ ദിവസവും ഒരു മിനിറ്റെങ്കിലും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. എന്നാൽ മാത്രമേ നിങ്ങളായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വനിതാദിനത്തിന്റെ എല്ലാ ആശംസകളും എല്ലാ പുരുഷ സഹോദരന്മാർക്കുമുള്ള സ്നേഹവും ബഹുമാനവും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.